എല്ലാം ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ നിങ്ങൾ ഇങ്ങോട്ട് വരാൻ പാടില്ല. ഇങ്ങോട്ട് വരാൻ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടോ? ഇല്ലല്ലോ. പ്ലീസ്, എന്റെ ഭർത്താവ് വരുന്നതിന് മുമ്പ് നിങ്ങൾ ഇവിടുന്ന് പോണം. പ്ലീസ്. അയ്യോ, മനോജായിരിക്കും. ചെന്ന് വാതിൽ തുറക്ക്. ഭാവന, രാജ്, പ്ലീസ് പ്ലീസ്. പേടിക്കാതെ ചെല്ലു, ഒന്നും സംഭവിക്കില്ല. ഭാവന, ഭാവന, ഭാവന തുറന്നേ. നീ ആരോടാ സംസാരിച്ചോണ്ടിരുന്നത്? ഞാനോ? ആ, അല്ല, നീ ആരോടോ സംസാരിക്കുന്ന പോലെ പുറത്തുനിന്ന് എനിക്ക് തോന്നിയായിരുന്നല്ലോ. അതൊന്നുമില്ല, വെറുതെ പുസ്തകം വായിച്ചതാ. ഇത്ര ഉറക്കിയോ? മനോജ് ഒന്ന് ഫ്രഷ് ആയിട്ട് വരൂ, ഞാൻ ഫോട്ടോ എടുക്കാം. ആ പോ. മായ, രാജ്, രാജ്, ദേവി ഇത് ഇവിടുന്ന് പോ. വേണമെങ്കിൽ ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം. പ്ലീസ്, എന്റെ ജീവിതം നശിപ്പിക്കരുത് രാജ്. ഹേയ്, നീ എന്തിനാ പേടിക്കുന്നത്? നിന്റെ ഭർത്താവിനോട് ഞാൻ സംസാരിക്കാം. വിളിക്കേ. നോ രാജ്, പ്ലീസ്. മനോജിന് ഇതൊന്നും അറിയില്ല. പ്ലീസ് രാജ്, എന്നോട് അല്പമെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് പോകണം. പ്ലീസ്, നിങ്ങൾ എന്നും എൻ്റെ ഉള്ളിലുണ്ടാവും. ദേവി ഇതിപ്പോ പോ. ശരി, ഞാൻ ഇപ്പൊ പോകാം. പക്ഷേ ഇനിയും വരും. കാരണം എന്റെ മനസ്സിൽ നിന്ന് ഇനി നീ ഇല്ലാതാവില്ല. നോ രാജ്, നോ രാജ്, വേണ്ട, പ്ലീസ്. ഓ, ഓക്കെ ഓക്കെ, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യുവർ സിറ്റുവേഷൻ. ഞാൻ മറ്റൊരിക്കൽ വരാം. വരട്ടെ. ഒറ്റയ്ക്ക് സംസാരിക്കുക എന്നത് അത്ര സീരിയസ് ആയി കാണേണ്ട അസുഖമൊന്നുമല്ല. ഞാനും മനോജും അടക്കം മിക്കവാറും എല്ലാ മനുഷ്യരും എപ്പോഴെങ്കിലും ഒറ്റയ്ക്ക് സംസാരിച്ചിട്ടുണ്ടാവും. പക്ഷേ ഒരാൾ തൊട്ടടുത്ത് നിൽക്കുന്നത് പോലെ പെരുമാറുമ്പോഴോ, പറയുന്നത് മുഴുവൻ മുന്നിൽ മറ്റാർക്കും കാണാൻ കഴിയാതെ നിൽക്കുന്ന ആ അരൂപിയുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടി പോലെ ആകുമ്പോഴോ? സത്യമാണ് ഡോക്ടർ, ആ സമയത്ത് ഒരുമാതിരി മോണോ ആക്ട് കാണിക്കുന്ന പോലെയായിരുന്നു ഭാവനയുടെ പെരുമാറ്റം. അതിനുശേഷം വളരെ സാധാരണം, അങ്ങനൊരു സംഗതിയെ നടന്നിട്ടില്ല എന്നുള്ള മട്ട. ഒരിക്കൽ രഹസ്യമായിട്ട് ഞാൻ അവളൊരു ഡോക്ടറെ കാണിക്കാൻ ശ്രമിച്ചതാ. പക്ഷേ ഡോക്ടറുടെ മുമ്പിൽ വെച്ച് അവളെയാണ് ചികിത്സിക്കാൻ പോകുന്നതെന്ന് മനസ്സിലായപ്പോ അവളാകെ വയലന്റായിട്ട് ഇറങ്ങിപ്പോയി. നിങ്ങൾ തമ്മിലുള്ള ഫിസിക്കൽ റിലേഷൻഷിപ്പ് എങ്ങനെയാ? എത്ര നാളായി കാണും? മകള് മരിച്ചതിന് ശേഷം